കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഇന്ന് രാത്രി ഒരിക്കൽ കൂടി മഹത്വപ്പെടട്ടെ. ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നൽകിയ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. കർത്താവിൻ്റെ വലിയ സാന്നിധ്യവും കൃപയും നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ മുൻപിൽ വച്ച് പ്രാർത്ഥിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പ്രത്യേകാൽ പുതിയ മാസത്തിൻ്റെ ആരംഭ ദിവസം വൈകുന്നേരത്താണ് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കൂടി വന്നിരിക്കുന്നത്. ഈ 5-ാമത്തെ മാസം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ മാസമായിരിക്കട്ടെ. സ്തോത്രം. ജീവിതത്തിൽ വലിയ ചില അനുഭവങ്ങൾ, ചില പുതിയ ആരംഭങ്ങളുടെ ആമേൻ ഒരു മാസമാക്കി ഈ മാസത്തെ ദൈവം തീർക്കുന്നതിനെ ഓർത്ത് ഞാൻ അപ്രകാരം വിശ്വസിക്കുന്നു. കർത്താവ് അപ്രകാരം ഈ മാസത്തെ തീർക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. വേഗത്തിൽ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് വേഗത്തിൽ കടന്നു വരാം. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം. നിങ്ങൾ വർദ്ധിച്ചു പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറവേൻ, പർവ്വജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു. അടുത്ത വാക്യം കൂടെ. ദൈവം അവരെ അനുഗ്രഹിച്ചു. സന്ധ്യയായ ഉഷസ്സുമായി 5-ാം ദിവസം. സന്ധ്യയായ ഉഷസ്സുമായി 5-ാം ദിവസം. വിശുദ്ധ വേദ പുസ്തകത്തിലെ 5 എന്ന സംഖ്യ അഥവാ 5-ാം ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തോടുള്ള ബന്ധത്തിലോ എങ്ങനെ ആയിക്കോട്ടെ, ഒരു 5 എന്ന ഒരു സംഖ്യ നമ്മൾ ആദ്യമായി കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിലാണ്. സ്തോത്രം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ബൈബിൾ അല്ലെങ്കിൽ നാം വായിക്കുന്നത് അപ്രകാരമാണ് അതിൻ്റെ ആരംഭം. ഭൂമി പാഴും ശൂന്യമായിരുന്നു. 2-ാം വാക്യം, ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു, അല്ലേ? ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ഇങ്ങനെ തുടങ്ങി ദൈവ സൃഷ്ടിയുടെ ഉൽപ്പത്തി നാം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ കാണുന്നു. എന്നാൽ 22, 23 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നു. ദൈവം ആരംഭിച്ച സൃഷ്ടിയുടെ 5-ാമത്തെ ദിവസത്തിൽ ദൈവം സകലത്തെയും സൃഷ്ടിച്ച് 5-ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ നാം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ, ഭൂമിയുടെ മീതെ ആകാശവിതാനത്തിൽ പറവജാതി പറക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ദൈവം വലിയ തിമിംഗലങ്ങളെയും വെള്ളത്തിൽ കൂട്ടമായി ജനിച്ചിരിക്കുന്ന അതത് തരം ജീവജന്തുക്കളെയും അതത് തരം പറവജാതിയെയും സൃഷ്ടിച്ചു. നല്ലതെന്ന് ദൈവം കണ്ടു, അല്ലേ? നല്ലതെന്ന് നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടിയുടെ ഉൽപ്പത്തിയിൽ നമ്മൾ അധികം ആവർത്തിച്ച് കാണുന്ന ഒരു വാക്കാണ് നല്ലതെന്ന് ദൈവം കണ്ടു. എന്നാൽ വേറെ 4 ദിവസവും നാം കാണാത്ത ഒരു കാര്യം നമ്മൾ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. 5-ാമത്തെ ദിവസം എന്താ ദൈവം പറയുന്നേ? നിങ്ങൾ വർദ്ധിച്ച് പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറവിൽ പറവജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവം അവയെ
അനുഗ്രഹിച്ചു. സ്തോത്രം. ഇന്ന് രാത്രി ഇതൊന്നുമല്ല എൻ്റെ പ്രസംഗ വിഷയം. ഇന്ന് രാത്രി ദൈവം തന്ന ആലോചന ഇതാണ്. ഞാൻ ഇന്ന് രാത്രി ഈ 5-ാം മാസത്തെ നോക്കി ഞാൻ പരിശുദ്ധാത്മാവിൽ ഇന്ന് ഈ വൈകിയ സമയത്ത് ഞാൻ ആത്മനിറവോടെ പ്രവചിച്ച് പറയട്ടെ, ഒരു വർദ്ധിച്ച് പെരുകുന്ന ഒരു മാസമാക്കി ഈ 5-ാം മാസം മാറ്റപ്പെടട്ടെ. ഹല്ലേലൂയ. ജീവിതത്തിലെ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ലൈഫിലെ ചില സ്തോത്രം സാന്തുലിക അവസ്ഥകൾ നിലനിൽക്കാൻ, ചിലതിൻ്റെയൊക്കെ നിലനിൽപ്പിന് വേണ്ടി, ആമേൻ, സ്തോത്രം, ചിലതിൻ്റെയൊക്കെ നിലനിൽപ്പിന് വേണ്ടി ഈ ദിവസങ്ങളിൽ എൻ്റെ ദൈവം, ആമേൻ, നിർമ്മിച്ച, ദൈവം സൃഷ്ടിച്ച ചിലതിൻ്റെ ഒക്കെ, ആമേൻ, ചിലതിനെയൊക്കെ നോക്കി ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, വർദ്ധിച്ച് പെരുകുക. ഹല്ലേലൂയ. സൃഷ്ടിയുടെ ഉൽപ്പത്തിയുടെ 5-ാമത്തെ ദിവസം എൻ്റെ ദൈവം നിന്നുകൊണ്ട് വർദ്ധിച്ചു പെരുകുക എന്ന് പറഞ്ഞ ആ വാക്ക് ഇന്ന് രാത്രി വായിച്ച ആ വാക്യത്തിൽ നിന്ന് ഞാനിങ്ങ് എടുക്കുകയാണ്. ഈ രാത്രി ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും ഇന്ന് രാത്രി ഞാനൊരു ദൂതായി ഈ രാത്രി വചനത്തെ ഞാൻ റിലീസ് ചെയ്യുന്നു. നീ വർദ്ധിച്ചു പെരുകുക. ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, വെള്ളത്തിലെ മത്സ്യത്തോട് ദൈവം പറഞ്ഞു വർദ്ധിക്കാൻ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ആകാശത്തിലെ പറവജാതിയോട് പറഞ്ഞു പെരുകാൻ. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി ഈ രണ്ടിന്മേലും അധികാരമുള്ള, ഈ രണ്ടിന്മേലും വാഴാൻ ദൈവം ആക്കി വെച്ചിരിക്കുന്ന, ആമേൻ, മാനവരാശിയുടെ മേൽ, അഥവാ ഒരു പുതിയ ദൈവ വിശ്വാസിയെ, നിന്റെ മേൽ ഇന്ന് രാത്രി അധികാരമുള്ള, നിന്റെ മേൽ ദൈവകൃപ പ്രാപിച്ച, നിന്റെ മേൽ ആത്മീക അധികാരം പ്രാപിച്ചിരിക്കുന്ന നിന്നോട് ഈ രാത്രി കർത്താവ് വിളിച്ചു പറയുന്നു, വർദ്ധിച്ച് പെരുകുക. സ്തോത്രം. ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിയത് കൊണ്ട് ശോഷിച്ചു പോകണമെന്നല്ല എഴുതിയിരിക്കുന്നേ. ദൈവത്തെ ആരാധിക്കാൻ പോയത് കൊണ്ട് ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുക എന്ന വചനമുള്ളത് കൊണ്ട് എന്നും കഷ്ടത അനുഭവിക്കാനല്ല ഇന്ന് രാത്രി ദൈവം ആഗ്രഹിക്കുന്നേ. ഈ രാത്രി ദൈവം ആഗ്രഹിക്കുന്നു നീ വർദ്ധിച്ചു പെരുകണമെന്ന്. ദൈവം ആഗ്രഹിക്കുന്നു നീ വർദ്ധിച്ചു പെരുകണമെന്ന്. യേശുവിൻ്റെ നാമത്തിൽ എവിടൊക്കെ നിന്റെ വർദ്ധനവ് തടയപ്പെട്ടിരിക്കുന്നു, എവിടൊക്കെ നിന്റെ പെരുപ്പം തടയപ്പെട്ടിരിക്കുന്നു, അതെല്ലാം ഇന്ന് രാത്രി പൊട്ടി. In the name of Jesus, എൻ്റെ ദൈവം നിന്നെ വർദ്ധിച്ചു പെരുകാൻ ഉള്ള സാധ്യതകൾ നിന്റെ മുമ്പിൽ ദൈവം ഈ ദിവസങ്ങളിൽ ഒരുക്കുന്ന ദിവസങ്ങളാക്കി, ഒരുക്കുന്ന നാളുകളാക്കി. സ്തോത്രം. കേൾക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. ദൈവം ഒരു ഭയങ്കര അനുഗ്രഹം കൈമാറി. എന്താണ് അനുഗ്രഹം? വർദ്ധിച്ചു പെരുകുക. എന്നും നീ ഇങ്ങനെ ഇരുന്നാൽ പോരാ, എന്നും നീ ഇങ്ങനെ കിടന്നാൽ പോരാ, എന്നും നീ ഇങ്ങനെ ആയിരിക്കണം എന്നല്ല ദൈവം പറയുന്നേ. എൻ്റെ ദൈവം പറയുന്നു നീ വർദ്ധിക്കണം, നീ പെരുകണം. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? എന്നും ഇങ്ങനെ ഇരുന്നോ, രക്ഷിക്കപ്പെട്ട നാള് മുതൽ നീ ചാകുന്നത് വരെ ഇങ്ങനെ ഇരുന്നോ, ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയ നാള് മുതൽ നീ ഇങ്ങനെ ഇരുന്നോ. ഞാൻ ഇന്ന് രാത്രി പറയുന്നത് ഭൗതിക കാര്യങ്ങൾ മാത്രമല്ല, ഭൗതിക തലം മാത്രമല്ല, അവൻ ഭൗതിക തലത്തിലും ആത്മതലത്തിലും ഇന്ന് രാത്രി ഒരു വർധനവുണ്ടാകട്ടെ, ഒരു വർദ്ധിച്ച് പെരുകുന്ന അനുഭവം ഈ ദിവസങ്ങളിൽ ദൈവസഭയുടെ മേൽ, ദൈവമക്കളുടെ മേൽ ഈ ദിവസങ്ങളിൽ അത് വെളിപ്പെട്ട് വരുമാറാകട്ടെ. ഹോ റബന ഹറിബന ഹത്തുര ഗലഗടക ധലവൈശ്വസി. ഹോ
സ്തോത്രം. എന്നെ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയോട് പറയുന്നു, വർദ്ധിക്കുക, വർദ്ധിക്കുക. ഒരാമേൻ പറഞ്ഞേ. ആമേൻ. ദൈവം തന്നതൊന്നാണെങ്കിൽ അതിലെന്നും ഇരിക്കണമെന്നല്ല ദൈവം പറഞ്ഞേ. ദൈവം ചിലത് തന്നിട്ടുണ്ടെങ്കിൽ എന്നും അങ്ങനെ തന്നെ നീ ഇരിക്കണം എന്നല്ല ദൈവം പറയുന്നേ. ദൈവം പറയുന്നു വർദ്ധിച്ചു പെരുകണം. ഇതൊരു അനുഗ്രഹമാണ്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ വിശ്വസിക്കുന്നു 2025 ഈ 5-ാമത്തെ മാസത്തിൽ ഈ അനുഗ്രഹത്തെ ഇതിനകത്ത് റിലീസ് ചെയ്യുകയാണ്. ഈ വചനത്തിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്തത്തെ, ദൈവത്തിന്റെ അനുഗ്രഹത്തെ, ആ ബ്ലെസ്സിംഗ് ഈ രാത്രി ജനമേൽ വെളിപ്പെടട്ടെ, വർദ്ധിച്ചു പെരുകട്ടെ. ഈ മെസ്സേജിന്റെ ആരംഭത്തിൽ തന്നെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ പ്രഖ്യാപിക്കുന്നു, ചിലരൊക്കെ വർദ്ധിച്ചു പെരുകട്ടെ. യെസ് യെസ്. അല്പമൊന്ന് വചനത്തിലേക്ക് നമുക്ക് വരാം. സ്തോത്രം. ഇങ്ങനെ ദൈവം വർദ്ധിച്ച് പെരുകുക എന്ന് പറഞ്ഞ ഈ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ചില കാര്യങ്ങൾ സംഭവിച്ചു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 5 മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു, പലപ്പോഴും നമ്മുടെ ലൈഫിലെ വർധനവ്, നമ്മുടെ ജീവിതത്തിലെ ഈ പെരുക്കം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തടയപ്പെടാറുണ്ട്. എന്താണ്? നമ്മൾ വർദ്ധിക്കണമെന്നാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം. നമ്മൾ വർദ്ധിച്ച് പെരുകണമെന്നാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം. എന്നാൽ പലപ്പോഴും നമ്മുടെ ലൈഫിൽ ഇതെന്ത് ചെയ്യാറുണ്ട്? തടയപ്പെടാറുണ്ട്. പലപ്പോഴും ദൈവം പറയുന്ന അളവിൽ നമുക്ക് പലപ്പോഴും വർദ്ധിച്ച് പെരുകാൻ കഴിയാറില്ല. എന്താണ് അതിൻ്റെ കാരണമെന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും നമ്മുടെ വർധനവിന് എന്ത് ചെയ്യും? തടസ്സമുണ്ടാകും. വർദ്ധിക്കില്ല. അതിന് മുടക്കം ഉണ്ടാകും. അതിൻ്റെ ഒന്നാമത്തെ കാരണം ദുഷ്ടത. ഒരിക്കലും ഒരു ദുഷ്ടഹൃദയം നമ്മുടെ ഉള്ളിലുണ്ടാകരുത്. സ്തോത്രം. ഇന്ന് രാത്രിയിലെ പ്രാർത്ഥിക്ക്, എന്നിൽ നിന്ന് ദുഷ്ടഹൃദയം ഒന്ന് മാറ്റിയിട്ട് ഒരു നിർമ്മലമായൊരു ഹൃദയം, ഒരു നല്ല ഹൃദയം, ഞാൻ അതിനെങ്ങനെ പറയാൻ താല്പര്യപ്പെടുന്നു, ക്രിസ്തുവിൻ്റെ ഹൃദയമുള്ളവനായി, യേശുവിൻ്റെ ഹൃദയമുള്ളവനായി, ദൈവത്തിൻ്റെ ഹൃദയമുള്ളവനായി. സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കൽ ദാവീദ് ഇങ്ങനെ പറയാനിടയായി, ഞാൻ ആ റെഫറൻസ് ഓർക്കുന്നില്ല, മാൻ നീർ തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ. സ്തോത്രം. ഈ ദിവസങ്ങളിൽ സ്തോത്രം, ദൈവത്തിൻ്റെ ഹൃദയമായി നമ്മൾ മാറ്റപ്പെട്ടാൽ, നമ്മുടെ ഹൃദയം യേശുവിൻ്റെ ഹൃദയമായി മാറ്റപ്പെട്ടാൽ, ഈ ദിവസങ്ങളിൽ ഈ ദുഷ്ടഹൃദയം ഉണ്ടാകത്തില്ല. അതിനെ ഇന്നു രാത്രി ജയിക്കുക. കാരണം ദുഷ്ടഹൃദയം നമ്മുടെ മേലുണ്ടെങ്കിൽ നമ്മുടെ വർധനവ് തടയപ്പെടും. നമ്മുടെ വർധനവ് തടയപ്പെടും. 2, അടുത്ത വായിച്ചേ. അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും, അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്ന് യഹോവ കണ്ടു. എന്താ കണ്ടത്? ദൈവം നോക്കിയപ്പോൾ എന്താ കണ്ടത്? ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും ദോഷമുള്ളതെന്ന് ദൈവം കണ്ടു. അപ്പൊ നമ്മുടെ ഹൃദയ വിചാരങ്ങൾ, നമ്മുടെ നിരൂപണങ്ങൾ അത് ദോഷമുള്ളതാണെങ്കിൽ, മനസ്സിലാവുന്നുണ്ടോ? ഇത് ദോഷമുള്ളതാണെങ്കിൽ മനസ്സിലാക്കണം, ദോഷം വരുന്നത് നമ്മുടെ കയ്യിൽ നിന്നല്ല, ദോഷം വരുന്നത് നമ്മുടെ നാവിൽ നിന്നല്ല. ഇതിൻ്റെ ഉത്ഭവം എവിടെ നിന്നാ? ഹൃദയത്തിൽ നിന്നാ. സ്തോത്രം. മനസ്സിലാക്കണം, ദോഷം 2 രീതിയിൽ ചെയ്യാൻ കഴിയും. എനിക്ക് ദോഷം ചെയ്യാൻ കഴിയും.
എനിക്ക് ദോഷം ചെയ്യാൻ കഴിയും. നമ്മൾ വേദപുസ്തകത്തിൽ തെളിവുണ്ട്. സ്തോത്രം. ഒരിക്കൽ ഗദരദേശം എന്ന് പറയുന്ന ഒരു ദേശത്തിലേക്ക് വരുമ്പം അവിടെ ഭൂതം ബാധിച്ചൊരു മനുഷ്യനെ കാണുന്നു. ഈ മനുഷ്യൻ എന്ത് ചെയ്യുമെന്നറിയോ? ഇവൻ വലിയ കല്ലുകൾ എടുത്ത് ഇവൻ്റെ ശരീരത്തെ തന്നെ എന്ത് ചെയ്യും? മനസ്സിലായോ? നമ്മൾ നമ്മുടെ കല്ലെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് കൈയെടുത്ത് വെച്ചിട്ട് നമ്മൾ ഈ കല്ല് കൊണ്ട് കയ്യിലടിക്കുന്നത് അത് നമുക്ക് ദോഷം ചെയ്യുന്നതാ, അല്ലേ? പലരും ആത്മഹത്യ ചെയ്യാറുണ്ട്. വിഷം കഴിച്ചു പലരും ആത്മഹത്യ ചെയ്യാറുണ്ട്. അതെന്താ ചെയ്യുന്നേ? അവന് തന്നെ ദോഷം ചെയ്യുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ഇനി രണ്ടാമത്തെ ദോഷം, നമ്മൾ മറ്റു പലർക്കും ദോഷം ചെയ്യാറുണ്ട്. ആമേൻ. ഒന്ന്, ഞാൻ എനിക്ക് തന്നെ ദോഷം ചെയ്യുന്നു. രണ്ട്, മനസ്സിലാവുന്നുണ്ടോ? വേദപുസ്തകത്തിൽ വചനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, എൻ്റെ മന്ദിരം, അല്ലേ, എൻ്റെ മന്ദിരത്തെ പൊളിക്കുന്നവനെ ഞാൻ പൊളിക്കും, എൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും. മനസ്സിലായോ? ആമേൻ. ഇതാരുടെ മന്ദിരമാ? ഇത് കർത്താവിൻ്റെ മന്ദിരമാ. ഇത് ദൈവത്തിൻ്റെ മന്ദിരമാ. ഈ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണെങ്കിൽ ഈ ശരീരത്തെ ഞാൻ എന്നെ തന്നെ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മന്ദിരമായ ഈ ശരീരത്തെ ഞാൻ തന്നെ നശിപ്പിക്കാൻ നോക്കിയാൽ എൻ്റെ ദൈവത്തിനത് സഹിക്കത്തില്ല. അതുപോലെ തന്നെ ഇത് ദൈവത്തിൻ്റെ മന്ദിരമാണെങ്കിൽ ഈ മന്ദിരത്തെ വേറൊരുവൻ നശിപ്പിക്കാൻ നോക്കിയാലും ദൈവത്തിന് സഹിക്കത്തില്ല. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനാണെങ്കിൽ നമ്മുടെ ഹൃദയ വിചാരങ്ങൾ, നമ്മുടെ നിരൂപണങ്ങൾ ഒരിക്കലും എന്താകരുത്? ദോഷമുള്ളതാകരുത്. ഇച്ചിരി കൂടി തെളിച്ച് പറഞ്ഞാൽ, ദോഷകരമായി അത് നമുക്കായാലും മറ്റുള്ളവർക്കായാലും ദോഷം വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ദോഷം വരുമെന്ന് അവരുടെ ഹൃദയത്തിന് ദോഷമുണ്ടാകും, അവരുടെ ശരീരത്തിന് ദോഷമുണ്ടാകും, അവരുടെ മനസ്സിന് ദോഷമുണ്ടാകും, അവരുടെ ജീവിതത്തിന് ദോഷമുണ്ടാകും, അവരുടെ ആയുസ്സിന് ദോഷമുണ്ടാകും എന്നുള്ള ഒരു കാര്യം, ഒരു ചിന്തയും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എന്ത് ചെയ്യരുത്? വരരുത്. മനസ്സിലാകുന്നവർ സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മൾ ആർക്കെങ്കിലും വിരോധമായി ദോഷകരമായി ആമേൻ സ്തോത്രം വിചാരിക്കുകയോ നിരൂപണങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നുണ്ടായാൽ അത് അവർക്കല്ല ദോഷം ഉണ്ടാകുന്നേ, നമ്മുടെ വർധനവ് തടയപ്പെടും, നമ്മുടെ അനുഗ്രഹം തടയപ്പെടും. മനസ്സിലാകുന്നവർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. ഈ ചില ആൾക്കാരുണ്ട്, രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെ ഇങ്ങനെ ദോഷം നിരൂപിച്ചുകൊണ്ടേയിരിക്കും, അല്ലേ? ചില ആൾക്കാരുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ആരെ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ചിന്തിക്കുന്നു, ഇന്ന് ആർക്ക് ദോഷം ചെയ്യാം, അല്ലേ? ഇന്ന് ആർക്കെതിരെ ദോഷം ചെയ്യാം? ഇങ്ങനെ നിരൂപണങ്ങളോടെ ഇരിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ആമേൻ, ഇത് ദൈവം കണ്ടു. അതിന്ന് രാത്രി മനസ്സിലാക്കുക, സകല വിചാരങ്ങൾ കാണുന്നൊരു ദൈവമുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മുടെ ഹൃദയത്തിലെ എല്ലാ വിചാരങ്ങളും എല്ലാ നിരൂപണങ്ങളും അറിയുന്നൊരു ദൈവം, കാണുന്നൊരു ദൈവം. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിന് ദൂത് വിളിച്ചു പറയട്ടെ, ദൈവത്തെ സേവിക്കുന്ന നിനക്ക് വിരോധമായി, നിനക്ക് ദോഷം വരുത്താൻ ഈ നാളുകളിൽ നിനക്കെതിരെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ചില ദോഷങ്ങൾ നിരൂപിക്കുന്നതിൻ്റെ നടുവിൽ എൻ്റെ ദൈവത്തിൻ്റെ സംരക്ഷണ, എൻ്റെ ദൈവത്തിൻ്റെ കരുതൽ നിന്റെ ലൈഫിൽ ഈ നാളുകളിൽ ഉണ്ടാകുമെന്ന് ഈ രാത്രി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. ദൈവത്തെ സേവിക്കുന്ന നിനക്കെതിരെ ഒരു ദോഷം നിരൂപിക്കാൻ, ദൈവത്തെ സേവിക്കുന്ന നിനക്കെതിരെ ഒരു ദോഷം ചെയ്യാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല.
ഒരു സ്വത്രം പറഞ്ഞേ. 3.5 കൊല്ലത്തെ ശുശ്രൂഷയുടെ നടുവിൽ യേശുവിന് പലപ്പോഴും ദോഷം ചെയ്യാൻ പലരും വന്നു. പക്ഷേ ദൈവത്തിൻ്റെ സമയത്തിന് മുൻപേ, പിതാവായ ദൈവത്തിൻ്റെ സമയത്തിന് മുൻപേ യേശുവിൻ്റെ ശരീരത്തിലെ ഒരു ചെറു വിരൽ പോലും തൊടാൻ, യേശുവിൻ്റെ ശരീരത്തിലെ ഒരു രോമത്തെ പോലും തൊടാൻ ഒരു കുഞ്ഞിനെ കൊണ്ടും കഴിഞ്ഞില്ല. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തെ സേവിക്കുന്നവരെതിരെ ഉയരുന്ന എല്ലാ ദോഷങ്ങളെ ഇന്ന് രാത്രി ദൈവം ബ്ലോക്ക് ചെയ്തുകൊണ്ട് ദൈവിക വർധനവ് എന്റെ ദൈവം നിന്റെ ലൈഫിൽ ഈ ദിവസങ്ങൾ ദൈവം തരാൻ പോവുകയാണ്. യെസ്, ആമേൻ. ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഈ 2 കാര്യം നമ്മളിവിടെ കാണുന്നു. 1 ദുഷ്ടത, 2 ദോഷം. മനസ്സിലാവുന്നുണ്ടോ? ദുഷ്ടത, ദോഷം. ഇത് 2ഉം ദൈവം കണ്ടിട്ട് 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, താൻ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട്, ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുതപിച്ചു. അടുത്ത വാക്ക്, അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമായി. അത് അവന്റെ ഹൃദയത്തിന് എന്തായി? ദുഃഖമായി. നിങ്ങൾ നോക്കണേ, ഈ ദുഷ്ടതയും ദോഷവും കൊണ്ട് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. ഞാനിന്ന് രാത്രി ഇങ്ങനെ പറയട്ടെ, നമ്മളെയൊക്കെ ദൈവം ഭൂമിയുടെ പരപ്പിൽ ആക്കി വെച്ചത് കൊണ്ട് ദൈവത്തിൻ്റെ ഹൃദയം ദുഃഖിക്കാൻ നമ്മൾ ഇടം വരുത്തരുത്. മനസ്സിലായോ? നമ്മുടെ പ്രവൃത്തിയിലോ നമ്മുടെ ചിന്തയിലോ ദോഷങ്ങളും ദുഷ്ടതയും ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയം നമ്മളെക്കുറിച്ച് ദുഃഖിക്കാനിടയാകും. മനസ്സിലാവുന്ന ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഒരു സ്തോത്രം പറഞ്ഞേ. വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, സ്തോത്രം, നമ്മുടെ ഒരു സഹോദരനെ നോക്കിയിട്ട് നിസ്സാര എന്ന് വെച്ചാൽ എന്താണ്? കെവിനിങ്ങി വന്നേ, കെവിനിങ്ങി വാ. സ്തോത്രം. ആമേൻ. അവൻ്റെ ഉറക്കമൊക്കെ ഒന്ന് പോട്ടെ. സ്തോത്രം. അപ്പോൾ ഇവൻ എൻ്റെ സഹോദരനെന്ന് ചിന്തിക്കുക. എൻ്റെ മകനാണ്. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ ഇവൻ എൻ്റെ സഹോദരനെന്ന് ചിന്തിക്കുക. ഞാൻ ഇവനെ കണ്ടിട്ട് ഇവൻ നിസ്സാരന. ഇവൻ നിസ്സാരൻ. ഞാനാരാ? ഞാൻ ഭയങ്കര കഴിവുള്ളവനാ. ഞാൻ ഭയങ്കര വലിയ പുള്ളിയാ ഞാൻ. സ്തോത്രം. ഇവനാരാ? മനസ്സിലായില്ലേ? ഇവൻ നിസ്സാരനെന്ന് ഞാൻ ഇവനെ കരുതി, ഞാൻ ഇവനെ അങ്ങനെ ചിന്തിച്ചാൽ, ഞാൻ പറയണ്ട, ഞാനിവനെ നിസ്സാരൻ എന്നുള്ള രീതിയിൽ തള്ളി പ്രവർത്തിക്കണ്ട. പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെ, നമ്മൾ ചിന്തിച്ചാൽ, ഇവൻ നിസ്സാരനെന്ന് ചിന്തിച്ചാൽ, എനിക്ക് ഭയങ്കര വിദ്യാഭ്യാസമാണ്, എനിക്ക് ഭയങ്കര കഴിവാണ്, എനിക്ക് ഭയങ്കര സൗന്ദര്യമാണ്, ഇതൊന്നും ഇവനില്ല, ഇവൻ നിസ്സാരൻ എന്ന് ഞാൻ ചിന്തിച്ചാൽ പോലും ഞാൻ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ഇന്നു രാത്രി ഞാൻ പറഞ്ഞ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, ഞാൻ എൻ്റെ സഹോദരനെ നോക്കി ഞാൻ നിസ്സാരൻ എന്ന് ഞാൻ പറഞ്ഞാൽ, ഞാൻ ചിന്തിച്ചാൽ, അത് എൻ്റെ ദൈവത്തിൻ്റെ ഹൃദയത്തെയാണ് ദുഃഖിപ്പിക്കുന്നത്. ആമേൻ. ദൈവത്തിൻ്റെ ഹൃദയത്തെ ഞാൻ ദുഃഖിപ്പിക്കുന്നത് കൊണ്ടാ ഞാൻ ന്യായാസനത്തിൻ്റെ മുമ്പിൽ. എന്തിനായി ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നേ? എന്താണ് എന്ന് വെച്ചാൽ, ഈ ചിന്ത, എനിക്കിവനോടുണ്ടായ സമീപനം, എനിക്കിവനോടുണ്ടായ ആ തോന്നൽ, ആ നിരൂപണം, അത് എൻ്റെ ജീവിതത്തിൽ ന്യായവിധിക്ക് കാരണമാകും. ഇവനൊരു കുഴപ്പമില്ല, ഇവന് വല്ല കുഴപ്പമുണ്ടോ? ഞാനിങ്ങനെ ചിന്തിക്കുക, ഇവൻ നിസ്സാരൻ, ഇവൻ ചെറിയ ആള്, എനിക്ക് ഭയങ്കര ശുശ്രൂഷയാ, എനിക്ക് ഭയങ്കര കൃപയാ, ഇവനൊന്നുമില്ല എന്ന് ഞാൻ ചിന്തിച്ചാൽ ഞാൻ ന്യായവിധിയായി. മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തെ എന്ത് ചെയ്യരുത്?
ദൈവത്തിൻ്റെ ഹൃദയത്തെ മനസ്സിലാക്കണം. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. ഹല്ലേലൂയ. ആ സൃഷ്ടിക്ക് നമ്മൾ ദോഷം ചെയ്താൽ, ആ സൃഷ്ടിക്ക് നമ്മൾ വിരോധമായി നിന്നാൽ, അവൻ ഒരു ദോഷമുള്ളതായി തീർന്നാൽ, അത് ദൈവത്തിൻ്റെ ഹൃദയത്തെയാണ് ദുഃഖിപ്പിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ആർക്കും എന്ത് ചെയ്യരുത്? കഴിവതും എന്ത് ചെയ്യരുത്? ദുഷ്ടതയും ദോഷവും കാണിക്കരുത്. ഒരു ആമേൻ പറഞ്ഞാട്ടെ. അപ്പൊ ദൈവത്തിന്റെ ഹൃദയത്തിന് ദുഃഖമായി. 7-ാം വാക്യമൊന്ന് വായിച്ചേ, ചില വാക്യങ്ങളൊന്ന് വായിച്ചേ. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ. മനസ്സിലാക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് ആർക്ക് വേണ്ടിയാ? ആർക്ക് വേണ്ടിയാ? ഈ കാണുന്ന സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചത് നമുക്ക് വേണ്ടിയാ. മനുഷ്യന്റെ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടിയാ. ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ദൈവം സൃഷ്ടിച്ച സകല സൃഷ്ടിയും നമുക്ക് എന്തുണ്ട്? ഉപകാരപ്രദമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഉപകാരപ്രദമല്ലാത്ത ഒന്നിനെ എന്തെങ്കിലും ഈ ഭൂമിയെ സൃഷ്ടിച്ചിട്ടില്ല. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള സൃഷ്ടിയെ പോലും ദൈവം നശിപ്പിക്കാൻ തീരുമാനിക്കുക. എന്താ കാരണം എന്നറിയോ? ആരാ കാരണം? മനുഷ്യനാ. എന്താ കാരണം? ഈ മനുഷ്യന്റെ ഉള്ളിൽ എന്തുണ്ടായി? സ്തോത്രം. ദുഷ്ടതയും ദോഷമുള്ള വിചാരങ്ങളും ഉണ്ടായി. ചില നിരൂപണങ്ങൾ ഉണ്ടായി. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് രാത്രി ശ്രദ്ധിക്കുക. ആമേൻ. ഇത് കാരണം ദൈവം എന്ത് ചെയ്തു? ഇവയൊക്കെയും ദൈവം നശിപ്പിക്കാൻ തീരുമാനിച്ചു. എന്നാൽ 8-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. മനസ്സിലാക്കണം. ദോഷങ്ങളും ദുഷ്ടതയുമുള്ള മാനവരാശിയുടെ നടുവിൽ ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. എന്താ അതിൻ്റെ കാരണം? എന്താ അതിൻ്റെ കാരണം? എല്ലാവരും ശ്രദ്ധിച്ചേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ദൂത് പറയാൻ പോവാം. സ്തോത്രം. എല്ലാവരും ദുഷ്ടത ചെയ്തു. ഇതിലൊക്കെ സൃഷ്ടിച്ച ദൈവമല്ലേ? ഈ നോഹയെ സൃഷ്ടിച്ചതുപോലെ അല്ലേ ദൈവം ഇവരെയൊക്കെ സൃഷ്ടിച്ചേ? ഇവരെല്ലാം ദോഷവും ദുഷ്ടതയും കാണിച്ചു പോകുന്നില്ലേ? എന്നാൽ അതിൻ്റെ നടുവിൽ നോഹയ്ക്ക് മാത്രം എന്താ കൃപ കിട്ടിയേ? മനസ്സിലാകുന്ന ഭാഷയിൽ, പ്രൈസ് ഗോഡ്, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, നോഹ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായിരുന്നു. നോഹ എല്ലാവരിൽ നിന്നും വേർപെട്ടവനായിരുന്നു. പല കാര്യങ്ങൾ പറയുമ്പോഴും നമ്മൾ പലപ്പോഴും പറയുന്നൊരു വാക്കിതാണ്, ഇവരെല്ലാം ദൈവം സൃഷ്ടിച്ചവരല്ലേ, ഇവരൊക്കെ മനുഷ്യരല്ലേ, ഇവർക്കൊക്കെ ആകാമെങ്കിൽ നമുക്കായിക്കൂടെ? ആമേ. അങ്ങനെ ഉള്ളവർക്കുള്ള ദൂത് അടുത്ത് വരിക. സ്തോത്രം. എന്നാൽ ഇന്നു രാത്രി ഞാൻ ഇതിൽ നിന്ന് പറയട്ടെ, എല്ലാവരും ദുഷ്ടതയിലൂടെ പോകുമ്പോൾ, എല്ലാവരും ഒരുപോലെ ചിലത് ചെയ്തു പോകുമ്പോൾ, അതിൻ്റെ നടുവിൽ നിന്ന് വേർപെട്ടു വരുന്ന ചിലതിൻ്റെ മേലാണ് എൻ്റെ ദൈവം തൻ്റെ കൃപ പകരുന്നേ. ആമേൻ. ഇന്നു രാത്രി ഒരു ഉപദേശം ഞാൻ കൈമാറട്ടെ. എല്ലാവരും ദുഷ്ടതയിലൂടെ പോകുമ്പോൾ, എല്ലാവരും ദോഷത്തിലേക്ക് പോകുമ്പോൾ, എല്ലാവരും ദൈവത്തെ ദുഃഖിപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ, അതിൻ്റെ നടുവിൽ അതിലൊന്നും പോകാതെ ഒരുത്തൻ മാത്രം മാറി നിൽക്കുക. അവന്റെ പേരാണ് നോഹ. നമ്മൾ പലപ്പോഴും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. സ്തോത്രം. അവർക്കൊക്കെ ആകാമല്ലോ, അപ്പം നമുക്കും ആയിക്കൂടെ? മനസ്സിലാവുന്നുണ്ടോ?
സ്തോത്രം. അവരെയും ദൈവം സൃഷ്ടിച്ചതല്ലേ, അവരും ദൈവത്തെ ആരാധിക്കുന്നതല്ലേ. അപ്പോൾ നമുക്ക് വായിക്കൂടെ? അങ്ങനെ പറയുന്നവനല്ല കൃപ കിട്ടുന്നേ. കൃപ കിട്ടുന്നത് ഇത് ശരിയല്ലെന്ന് മനസ്സിലാക്കി, ഇത് ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന പ്രവൃത്തിയാണെന്ന്, ഇത് ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന പോക്കാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് വേർപെട്ട്, അതിൽ നിന്ന് വ്യത്യസ്തരായി ദൈവത്തിന് നിൽക്കുന്ന നോഹയാണ് നീയെങ്കിൽ, ദൈവാത്മാവി 2025 മെയ് മാസത്തിന്റെ ആരംഭ ദിവസം നിന്നുകൊണ്ട് പരിശുദ്ധമ പറയുന്നു, നിന്നിലേക്ക് ഒരു കൃപ പകരാൻ എന്റെ ദൈവം ഈ കാലഘട്ടത്തിൽ ആഗ്രഹിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് രാത്രി വേർപെട്ട് നിന്നാൽ, നീ വേർപെട്ട് നിന്നാൽ, സ്തോത്രം, ആമേൻ, നീ വേർപെട്ട് നിന്നാൽ, ആമേൻ, നീ വേർപെട്ട് നിന്നാൽ, നീ ചിലതിൽ നിന്ന് വേർപെട്ട് നിന്നാൽ, നീ ചിലരിൽ നിന്ന് വേർപെട്ട് നിന്നാൽ, കർത്താവ് പറയുന്നു, എൻ്റെ കൃപ നിന്റെ മേൽ പകരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ഈ മാസത്തിൽ നിന്റെ മേലൊരു കൃപ ജ്വലിക്കാൻ പോവാ. ഈ മാസത്തിൽ നിന്റെ മേലൊരു കൃപ ജ്വലിക്കാൻ പോവാ. ഈ മാസത്തിൽ ദൈവത്തിന്റെ കൃപ നിനക്ക് പ്രാപിക്കാൻ പോവാ. എന്ത് ചെയ്യണമെന്നറിയോ? നീ വേർപെട്ട് നിൽക്കണം. ദോഷങ്ങളിൽ നിന്ന് വേർപെട്ട് നിൽക്കണം. ആമേൻ, ഹല്ലേലൂയ. ആ ദുഷ്ടതയിൽ നിന്ന് വേർപെട്ട് നിൽക്കണം. അങ്ങനെ പോകുന്നവരിൽ നിന്ന് വേർപെട്ട് നിൽക്കണം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ നമ്മൾ കാണുന്നു, സ്തോത്രം, ഇണയില്ലാ പിണ കൂടരുത്. ഇണയില്ലാ പിണ കൂടരുതെന്ന് പറഞ്ഞാൽ സ്തോത്രം വീട്ടിൽ തന്നെ ഇരിക്കണമെന്നാണോ? ആരോടും മിണ്ടരുത്, ആരോടും സംസാരിക്കരുത്. സ്തോത്രം, ഞാൻ ഭയങ്കര വിശ്വാസിയാ, ഞാൻ ഭയങ്കര പാസ്റ്ററാ, ഞാൻ ഭയങ്കര ദൈവപൈതലാ എന്ന രീതിയിൽ മാറിയിരിക്കണമെന്നാണോ? അങ്ങനാണെങ്കിൽ പൗലോസ് പറയുന്നു, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഭൂമി വിട്ടേ പോകേണ്ടി വരും. ഹല്ലേലൂയ. അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നേ. എന്നാൽ ഇന്നു രാത്രി നിന്റെ ഹൃദയം കൊണ്ട് നീ ചിലത് വേർപെട്ട് നിൽക്കണം. ആമേൻ. ഈ പ്രവൃത്തി ദൈവത്തിൻ്റെ ഹൃദയത്തെ ദുഃഖിപ്പിക്കുന്നതാണെന്ന് നിന്റെ അകത്ത് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനോട് നീ ചോദിക്കണം. ഇത് നിന്നെ ദുഃഖിപ്പിക്കുന്നതാണെങ്കിൽ എനിക്കിത് വേണ്ട. ഒരു സ്തോത്രം പറഞ്ഞേ. അതിൽ നിന്ന് വേർപെട്ട് ഒരു നോഹ നിന്നപ്പോ ആ നോഹയുടെ മേൽ കൃപ. ഒരു സ്തോത്രം പറഞ്ഞേ. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ഇന്ന് രാത്രി എൻ്റെ അടുത്ത ചോദ്യം, എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യണോ? ആരും ചെയ്യാത്തത് കർത്താവിന് വേണ്ടി ചെയ്യണോ? അങ്ങനെ ചെയ്യണമെങ്കിൽ കൃപ വേണം. കൃപ വേണമെങ്കിൽ വേർപെടണം. എല്ലാ പാസ്റ്റേഴ്സും പറയുന്ന വേർപാട് ഇതാ. ഇന്ന് രാത്രി ഞാൻ പറയുന്നത് അതല്ല. സ്തോത്രം. നിന്റെ പ്രവൃത്തി വേർപെടണം. നിന്റെ ചിന്തയിൽ വേർപാടുണ്ടാകണം. നിന്റെ നോട്ടത്തിൽ വേർപാടുണ്ടാകണം. നിന്റെ സംസാരത്തിൽ വേർപാടുണ്ടാകണം. നിന്റെ കോണ്ടാക്ട്സിൽ വേർപാടുണ്ടാകണം. നിന്റെ കണ്ണിൽ വേർപാടുണ്ടാകണം. നിന്റെ ചെവിയിൽ വേർപാടുണ്ടാകണം. ഇത് ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന പ്രവൃത്തിയാണെങ്കിൽ അത് വിടണം. ആമേൻ, ഹല്ലേലൂയ. ഞാനൊരു വ്യക്തിയോട് സംസാരിക്കുന്നത് അത് ദൈവത്തിൻ്റെ ഹൃദയത്തെ ദുഃഖിപ്പിക്കുന്നതാണെങ്കിൽ, ഞാനൊരു വ്യക്തിയോട് കൂടെ ഇരിക്കുന്നത് അത് ദൈവത്തിൻ്റെ ഹൃദയത്തെ ദുഃഖിപ്പിക്കുന്നതാണെങ്കിൽ, ഞാൻ ഈ വെള്ളം കുടിക്കുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തെ ദുഃഖിപ്പിക്കുന്നതാണെങ്കിൽ, എനിക്ക് വലുത് ഇതല്ല, എനിക്ക് വലുത് ദൈവമായിട്ടുള്ള ബന്ധമാണ്. അങ്ങനാണെങ്കിൽ നിനക്ക് കൃപ വേണമെങ്കിൽ, ഇത് ദൈവത്തെ ദുഃഖിപ്പിക്കുന്നതാണെങ്കിൽ നീ അത് വിടണം. ആമേൻ. അതുമായൊരു വേർപാട് നിനക്ക് വരണം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. മനസ്സിലാകുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോൾ ആ വേർപാട് സംഭവിച്ചതുകൊണ്ട്
നോഹയ്ക്ക് കൃപ കിട്ടി. നോഹയ്ക്ക് കൃപ കിട്ടിയതുകൊണ്ട് വേറെ ഒരുത്തനും പ്രസംഗിക്കാത്തത് അവൻ പ്രസംഗിച്ചു. പിടികിട്ടിയോ? ആരും പ്രസംഗിക്കാത്തത് നോഹ പ്രസംഗിക്കാൻ തുടങ്ങിയത് ഈ കൃപ കിട്ടിയപ്പോഴാ. എന്താ നോഹ പ്രസംഗിച്ചേ? അന്ന് വരെ ആരും പ്രസംഗിക്കാത്തൊരു പ്രസംഗം, ഒരു സബ്ജക്റ്റ്, അതുവരെ ആരും പ്രസംഗിക്കാത്തൊരു കണ്ടന്റാ നോഹ പ്രസംഗിക്കുന്ന. എന്താ പ്രസംഗ വിഷയം എന്നറിയോ? മഴ പെയ്യാൻ പോകുന്നു, മഴ പെയ്യാൻ പോകുന്നു. കേട്ടവരൊക്കെ പറഞ്ഞു, ഇവന് വേറെ പണിയില്ലേ, ഇത് വചനവിരുദ്ധമാ. ഇന്നത്തെ കാലത്താണെങ്കിൽ പറയുമായിരുന്നു, ഇത് വചനവിരുദ്ധമാ, ഇത് ദൈവാത്മാവിൻ്റെ ദൂതല്ല, ഇത് ദൈവാലോചനയല്ല. എന്നാൽ ഇന്നു രാത്രി കൃപ ലഭിച്ചവനറിയാം, അവൻ്റെ ഉള്ളിൽ ആ ബോധ്യം അവന് കിട്ടി. എൻ്റെ ദൈവം അത് ചെയ്യാൻ പോകുകയാണ്. ഞാൻ പറയുന്നത്, ഞാൻ പ്രസംഗിക്കുന്നത് ഈ ദിവസങ്ങളിൽ ദൈവം ചെയ്യാൻ പോകുകയാണ്. യെസ്, ഞാൻ ഇന്ന് രാത്രി ഈ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്ന ദൈവവചന പ്രസംഗകൻ എന്ന നിലയിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്ക് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു. എന്താണോ ഞാൻ പ്രസംഗിക്കുന്നത്, എന്താണോ ഞാൻ പറയുന്നത്, അത് ഈ ദിവസങ്ങളിൽ എൻ്റെ കൺമുൻപിൽ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർ ഇന്ന് രാത്രി ഏറ്റെടുക്കുന്നുണ്ട്? നീ പറയുന്നത് നിന്റെ മുമ്പിൽ സംഭവിക്കാൻ പോവുകയാണ്. നീ പറയുന്ന വെളിപ്പാട് മിനിറ്റുകൾക്കകത്ത്, മണിക്കൂറുകൾക്കകത്ത്, ദിവസങ്ങൾക്കകത്ത് നിന്റെ മുമ്പിൽ കാണത്തക്കവണ്ണമുള്ള ഒരു അഭിഷേകത്തെ, ഒരു ദൈവകൃപയെ ഇന്ന് രാത്രി, ഒരു ഭയങ്കര വെളിപ്പാട്. ഏറ്റെടുത്തോ. യേശുവിന്റെ നാമത്തിൽ നിന്റെ നാവിനെ കെട്ടുന്ന, നിന്റെ വെളിപ്പാടുകളെ കെട്ടുന്ന, നിന്റെ ദർശനത്തെ കെട്ടുന്ന, നിന്നിലെ ദൈവകൃപയെ ബന്ധിക്കാൻ നോക്കുന്ന ആ ഇരുട്ടിന്റെ തലം ഇന്ന് രാത്രി പൊട്ടി. ദൈവം പറയുന്നു, നീ പറയുന്ന വെളിപ്പാട് നിന്റെ കൺമുമ്പിൽ തന്നെ ഈ ദിവസങ്ങളിൽ നിവർത്തിയാകുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക ദൈവകൃപ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ ശക്തിയോടെ. ഇന്നു രാത്രി കൃപ ചലിക്കാൻ പോവുകയാണ്. നീ പ്രസംഗിക്കുന്നത് സംഭവിക്കാൻ പോവുകയാണ്. നീ പറയുന്നത് ഈ ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നു. നീ പറയുന്ന വെളിപ്പാട് നടക്കാൻ പോകുന്നു. ഒരാമേൻ പറഞ്ഞേ. യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നോഹ പ്രസംഗിച്ച് 7 ദിവസം തികഞ്ഞപ്പോൾ ദേശത്ത് മഴ പെയ്തു എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പറയാൻ താല്പര്യപ്പെടുന്നു. സ്തോത്രം. ആമേൻ. നോഹയുടെ പ്രസംഗം ഒരാഴ്ച തികയുന്നതിന് മുമ്പ് വിശ്വസിച്ചാട്ടെ, നീ പറയുന്നത് സംഭവിക്കാൻ പോകുന്നു. ആമേൻ. നീ പറയുന്നത് ഈ ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നു. ഒരു സ്തോത്രം പറഞ്ഞേ. നീ പറയുന്നത് ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നു. അങ്ങനെ ചിലത് പറയാനുള്ള ദൈവകൃപ നിന്റെ മേൽ ചലിക്കാൻ പോവുകയാണ്. അങ്ങനെ ചിലത് പറയാനുള്ള ദൈവകൃപയിൽ ചിലത് പറയാൻ, കൃപയോട് കൂടിയ ചില വാക്കുകൾ പറയാൻ, കൃപയോട് കൂടിയ ചില പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപിക്കാൻ നിന്റെ നാവിൻ്റെ മേൽ ഇന്നു രാത്രിയിൽ ഒരു പ്രത്യേക അധികാരത്തിന്റെ കൈമാറ്റം ദൈവാത്മാവ് ഇന്നു രാത്രി കൈമാറുന്നു. വിശ്വസിക്കുന്നവർ പ്രാപിക്കട്ടെ. യെസ്. ഇന്നലെ വരെ കാണാത്തൊരു ഗ്രേസ്, ഇന്നലെ വരെ ചലിക്കാത്തൊരു കൃപ നിന്റെ നാവിൽ മേൽ ചലിക്കുന്നു. ഇന്നലെ വരെ നീ പ്രാപിക്കാത്തൊരു ദൈവകൃപ ഈ രാത്രി നിന്റെ മേൽ ചലിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. നീ വായി തുറന്ന് ചെന്ന് പറയുമ്പോൾ തന്നെ ആകാശത്തിന്റെ കിളിവാതിലുകൾ നിന്റെ മുമ്പിൽ തുറക്കും. ആഴിയുടെ ഉറവകൾ നിന്റെ മുമ്പിൽ തുറക്കും. സ്തോത്രം. ഒരു സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാത്രി നമ്മുടെ മുമ്പിൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക.
ഇതിൻ്റെ ബാക്കി ഞാൻ ഞായറാഴ്ച പറയും. ഹല്ലേലൂയ. കർത്താവ് അനുവദിച്ചാൽ മാത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ഇവിടെ പറഞ്ഞു നിർത്തട്ടെ. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയുന്ന ദിവസങ്ങൾ സംഭവിക്കാൻ പോവാ. ഞാൻ ആ വാക്കെനിക്ക് ഒരിക്കൽ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടെ പറയാം. നീ പറയുമ്പോൾ തന്നെ കിളിവാതിലുകൾ തുറക്കും. നീ വായി തുറന്ന് പറയുമ്പോൾ തന്നെ ഉറവകൾ തുറക്കും. എത്ര അടഞ്ഞിരിക്കുന്ന ഉറവയും ഇതുവരെ കാണാത്ത ചില ഉറവകൾ, ഇതുവരെ തുറക്കാത്ത ചില വാതിലുകൾ നീ വായി തുറന്ന് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ, നീ വായി തുറന്ന് പറയുമ്പോൾ തന്നെ നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ ചില വാതിലുകൾ തുറക്കുമ്പോൾ ചില ഉറവകൾ സംഭവിക്കുന്നത് right now. പ്രാപിക്കേ. അക്രമ നിന്റെ മേൽ ചലിക്കുന്നു. അക്രമ ഇന്ന് രാത്രി ചലിക്കുന്നു. ഒരു ഗ്രേസ്. ആരിലും ചലിക്കാത്ത, ആരിലും വെളിപ്പെടാത്ത ഒരു ദൈവകൃപ നോഹയുടെ മേൽ ഇറങ്ങിയതുപോലെ ഈ രാത്രി നിന്റെ മേൽ. ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ നീ എവിടെ ഇരുന്ന് വചനം കേൾക്കുന്നു ആ സ്ഥാനത്ത് നിന്റെ മേൽ ഇന്ന് രാത്രി ആ ഗ്രേസ് ഇറങ്ങി വരുന്നു, ആ കൃപ ഇറങ്ങി വരുന്നു. നിന്റെ ശരീരത്തിന് മേൽ, നിന്റെ ജീവിതത്തിന് മേൽ ആ കൃപ ഈ രാത്രി ചലിക്കുന്നു. ഒരു ഭയങ്കര പവർ ഈ വചനത്തിന്റെ പവർ. ഒരു ഭയങ്കര ഗ്രേസ് ഇന്ന് രാത്രി ഇറങ്ങട്ടെ. ഒരു ഭയങ്കര കൃപ ഇന്ന് രാത്രി ചലിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആരുടെ മേലും പതിയാത്തൊരു കൃപ നോഹയുടെ മേൽ ഇറങ്ങിയതുപോലെ ഈ രാത്രി ദാസിയുടെ മേൽ ആ കൃപയുടെ ചലനം. The grace of God, the grace of God, the grace of God, the grace of God. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ ഇന്ന് രാത്രി ഒരു തീ പോലെ ഈ ഹോളിനകത്ത് ചലിക്കുന്നത്. ദൈവത്തിന്റെ കൃപ ഇന്ന് രാത്രി ഒരു തീ പോലെ ഈ ഹോളിനകത്ത് ചലിക്കുന്നത്. ഇന്ന് രാത്രി ശ്രദ്ധിച്ച് കേട്ടോ. ചില വ്യക്തികളെ ഓർത്ത് ദൈവത്തിന്റെ ഹൃദയം ദുഃഖിക്കുമ്പം ഇന്ന് രാത്രി വേർപെട്ട് നിൽക്കുന്ന നിന്റെ മേൽ ദൈവത്തിന്റെ കൃപ ചലിക്കാൻ പോവുകയാണ്. ചിലരെ ഓർത്ത് ദൈവം ദുഃഖിക്കുമ്പം, ചിലർ വീണുപോയതോർത്ത് ദൈവം ദുഃഖിക്കുമ്പം, ചിലർ ദുഷ്ടത ചെയ്യുന്നതോർത്ത് ദൈവം ദുഃഖിക്കുമ്പം വേർപെട്ട് നിൽക്കുന്ന എന്റെ ദൈവത്തിന് വേണ്ടി വേർപെട്ട് നിൽക്കുന്ന, കർത്താവിന്റെ നാമത്തിന് വേണ്ടി വേർപെട്ട് നിൽക്കുന്ന നിന്റെ മേലൊരു ഭയങ്കര കൃപ. സ്വീകരിച്ചേ. നീ പറയുന്നത് എന്തോ അത് നിന്റെ മുമ്പിൽ നടക്കാൻ പോകുന്നു. നീ പറയുന്നത് എന്തോ അത് നിന്റെ മുമ്പിൽ സംഭവിക്കാൻ പോകുന്നു. അങ്ങനൊരു അധികാരം നിന്റെ നാവിന്മേൽ, അങ്ങനൊരു വെളിപ്പാട്, അങ്ങനൊരു വെളിപ്പാട്. നീ പറയുന്നതൊക്കെ സംഭവിക്കാൻ പോവാ. നീ പറയുമ്പോ തുറക്കും. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും. നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെടും. അങ്ങനെ ഒരു അധികാരത്തിന്റെ കൈമാറ്റം, അങ്ങനെ ഒരു ദൈവകൃപയുടെ കൈമാറ്റം
ഈ രാത്രി ചലിക്കട്ടെ. ചില കെട്ടുകൾ ചണവുകൾ പോലെ അഴിയുന്ന അഭിഷേകത്തിന്റെ അഗ്നി. Fire, the fire, the fire, the fire, the fire. തൊടട്ടെ ഒരു തീ, തൊടട്ടെ ഒരു തീ. ഇന്ന് രാത്രി ചിലരെ തൊടട്ടെ, പ്രാപിക്കാനിരിക്കെ. ഇന്ന് രാത്രി ചിലരെ ആ തീ തൊടുന്നു, ചിലരെ ആ തീ തൊടുന്നു. നിന്റെ ഭവനത്തിലെ നോഹയാക്കി, നിന്റെ കുടുംബത്തിലെ നോഹയാക്കി, നിന്റെ ദേശത്തിലെ നോഹയാക്കി, നിന്റെ സഭയിലെ നോഹയാക്കി, നിന്റെ പട്ടണത്തിലെ നോഹയാക്കി. ഈ കാലഘട്ടത്തിൽ എന്റെ ദൈവം നിന്നെ നിർത്താൻ പോവുക. കൃപയുള്ളവരാക്കി, കൃപ ലഭിച്ചവരാക്കി. നോഹയ്ക്ക് കൃപ ലഭിച്ചതുപോലെ മറിയയുടെ പ്രാർത്ഥന മുറിക്കകത്ത് ഇറങ്ങി വന്ന് കൃപ ലഭിച്ചവളെ എന്ന് വിളിച്ച ആ ദൈവത്തിന്റെ ശബ്ദം നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് ഇന്ന് രാത്രി ഇറങ്ങി വരാൻ പോകുന്നു. ചില വാഗ്ദത്തങ്ങൾ ജനിക്കാൻ ടൈമായി, ചില വാഗ്ദത്തങ്ങൾ ജനിക്കാൻ ടൈമായി. യേശുവിന്റെ നാമത്തിൽ ഒത്തിരി നിന്ദകൾ നീ സഹിച്ചു, ഒത്തിരി നിന്ദകൾ നീ വഹിച്ചു. എന്തിനാണെന്നറിയോ? ഒരു ഭയങ്കര വാഗ്ദത്തം നിന്റെ ഉള്ളിൽ കടപ്പെട്ട് അത് പുറത്തു വരാൻ ടൈമായി. പട്ടണത്തെ ഇളക്കുന്ന ഒരു വാഗ്ദത്തം, ദേശത്തെ ഇളക്കുന്ന ഒരു വാഗ്ദത്തം നിന്റെ അകത്തു നിന്ന് പുറത്തു വരാൻ ടൈമായി. കൃപ ലഭിച്ചവളെ, നിനക്ക് വാഗ്ദാനം. നീ വായി തുറന്ന് ചിലത് പറയുമ്പം എലിസബത്തിന്റെ ഉള്ളിൽ ചില ചലനങ്ങൾ ഉണ്ടാകും, ചില ചലനങ്ങൾ ഉണ്ടാകും, ചില ചലനങ്ങൾ ഉണ്ടാകും. ദൈവാത്മ പറയുന്നു, നിന്റെ വാക്ക് നിമിത്തം ചിലരുടെ ഉള്ളിൽ ഭയങ്കര ചലനങ്ങൾ, ഒരു ആത്മാവിന്റെ ചലനങ്ങൾ ഈ ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നു. കൃപ 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 കൃപ. ഇന്ന് രാത്രി ചിലതിനൊക്കെ വേർപ്പെടാൻ, ചിലതിനൊക്കെ വേർപെട്ട് വരാൻ നീ തയ്യാറായാൽ, ചിലതിനൊക്കെ വിട്ടുവരാൻ നീ തയ്യാറായാൽ, ഇന്ന് രാത്രി ചില ദുഷ്ടത വിട്ടുവരാൻ നീ തയ്യാറായാൽ, ചില ദോഷങ്ങൾ വിട്ടുവരാൻ നീ തയ്യാറായാൽ, എൻ്റെ കൃപ ഞാൻ നിന്റെ മേൽ പകരുന്നു, എൻ്റെ കൃപ ഞാൻ നിന്റെ മേൽ പകരുന്നു. ഈ മാസത്തിലെ ആരംഭ ദൂത ഇന്ന് രാത്രി ദൈവാത്മാവ് കൈമാറുന്നേ. കൃപ ജ്വലിക്കാൻ പോവുകയാണ്, നിന്നിലൊരു കൃപ ജ്വലിക്കാൻ പോവുകയാണ്. പക്ഷെ നീ വില കൊടുക്കാൻ തയ്യാറാകണം, നീ വില കൊടുക്കാൻ തയ്യാറാകണം. നിനക്ക് സന്തോഷം തരുന്ന ചെലവ് നീ വിടേണ്ടി വരും. ഹല്ലേലൂയ. നിനക്ക് കുളിർമ തരുന്ന ചെലവ് നീ വിടേണ്ടി വരും. നിനക്ക് മനസന്തോഷം കിട്ടുന്ന ചെലവ് നീ വിടേണ്ടി വരും. എങ്കിൽ കൃപ ജ്വലിക്കാൻ പോകുന്നു. പട്ടണം ഇതുവരെ കണ്ടിട്ടില്ലാത്തവൾ ഞാൻ നിന്റെ മേൽ പകരാൻ ആഗ്രഹിക്കുന്നു. നിന്നേക്കാൾ കഴിവുള്ള, നിന്നേക്കാൾ സൗന്ദര്യമുള്ള, നിന്നേക്കാൾ അറിവും ജ്ഞാനവും വിദ്യാഭ്യാസവുമുള്ള ഒത്തിരി പേരുണ്ടെങ്കിലും അവരെല്ലാം മാറി നിൽക്കത്തക്കവണ്ണമുള്ളൊരു ദൈവകൃപ നിന്റെ മേൽ ഇന്ന് രാത്രി പകരാൻ ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് ഒരുമിച്ച് ഇന്ന് രാത്രി ദൈവസന്നിധി പ്രാർത്ഥിക്കുക. നല്ല പിതാവേ, നല്ല രാത്രിക്കായി സ്തോത്രം. ഞങ്ങളുടെ സന്നിധിയിലായിരിക്കും ഞങ്ങളുടെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു.
ഈ ഓൺലൈനിൽ കാണുന്ന ഓരോ ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഇന്നു രാത്രി ശക്തമായി ചലിക്കട്ടെ. അവരിയ്ക്കുന്ന ഇടത്ത് കൃപ ചലിക്കട്ടെ. ഒരു തീ ഇറങ്ങി വരുന്നത് പോലെ ദൈവത്തിൻ്റെ കൃപ അവരുടെ ശരീരങ്ങളുടെ മേൽ, അവരുടെ ഭവനങ്ങളുടെ മേൽ, അവരായിരിക്കുന്ന ഇടത്ത് ആ അന്തരീക്ഷത്തെ ചാമൻ സ്തോത്രം നിറയ്ക്കുന്നൊരു കൃപ ഈ രാത്രി ഇറങ്ങി വരാൻ പ്രാർത്ഥിക്കുന്നു. വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവ് ഇന്ന് രാത്രി നൽകിയ ടൈറ്റിൽ പോലെ, ആ സബ്ജക്റ്റ്, ആ കണ്ടന്റ് പോലെ വർദ്ധിച്ചു പെരുകട്ടെ. കർത്താവ് അതിനാവശ്യമായ കൃപ പകരുന്നതിനായി സ്തോത്രം. മഹത്വം മുഴുവനും അങ്ങേക്ക്. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.